ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് എങ്ങനെ ഒരു എക്സൽ ഡോക്യുമെൻറ്റിനെ സേവ് ചെയ്യാം, അതുപോലെ തന്നെ സേവ് ചെയ്ത ഒരു എക്സൽ ഫയലിനെ എങ്ങനെ ഓപ്പൺ ചെയ്യാം എന്നൊക്കെ നോക്കാം. ആദ്യം നമുക്ക് ഒരു എക്സൽ ഡോക്യുമെൻറ്റിനെ സേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം. ഇതിപ്പോൾ ഒരു ബ്ലാങ്ക് വർക്ക് ബുക്കാണ്. ഇതിലിപ്പോൾ ഡാറ്റ ഒന്നും നമ്മൾ എൻ്റർ ചെയ്തിട്ടില്ല. അടുത്ത വീഡിയോസിൽ നമ്മൾ ഡാറ്റ ഒക്കെ എൻ്റർ ചെയ്യുന്നതാണ്. അപ്പോൾ സപ്പോസ് നിങ്ങൾ ഒന്ന് അസ്യൂം ചെയ്യുക, ഇതിലിപ്പോൾ ഡാറ്റ ഉണ്ട് എന്ന് അസ്യൂം ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഡോക്യുമെൻറ്റ് എങ്ങനെയാണ് സേവ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ മുകളിൽ കാണുന്ന ഫയൽ എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് മാക് OS ആണ്. വിൻഡോസ് OSലാണെങ്കിലും ഫയൽ എന്നുള്ള ഓപ്ഷൻ തന്നെ ആയിരിക്കും, പക്ഷേ അതിൻ്റെ ഒരു ഡിസൈനും യൂസർ ഇൻ്റർഫേസൊക്കെ കുറച്ച് മാറ്റം ഉണ്ടാവും. അപ്പോൾ ഈ ഫയൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലത്തെ ഒരു ഡ്രോപ്പ് ഡൗൺ ബോക്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും. വിൻഡോസിലാണെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടൊരു ബോക്സ് കാണാൻ കഴിയും. അപ്പോൾ അതിൽ സേവ് ആസ് എന്നിങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസൊക്കെ നിങ്ങൾക്ക് കാണാം. ഈ ഒരു പോയിന്റിൽ ഞാൻ ഇതുവരെ ഈ ഒരു വർക്ക് ബുക്ക് സേവ് ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് സേവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഈ സേവും സേവ് ആസ് ഒക്കെ ഒരേ ഒരു കാര്യം തന്നെയാണ് ചെയ്യുക. കാരണം നമ്മൾ ഇതുവരെ സേവ് ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് സേവ് ചെയ്യാൻ പോകുമ്പോൾ സേവും സേവ് ആസ് തമ്മിൽ ഒരു ഡിഫറൻസ് ഇല്ല. രണ്ടും ഒരേ കാര്യം തന്നെയാണ് ചെയ്യുക. ഞാനിപ്പോൾ ഈ സേവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതുപോലത്തെ ഒരു ഡയലോഗ് ബോക്സ് അപ്പിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡയലോഗ് ബോക്സ് ചോദിക്കുന്നത് നമുക്ക് എവിടെയാണ് നമ്മുടെ ഈ ഒരു ഫയൽ ഡോക്യുമെൻറ്റ് സേവ് ചെയ്യേണ്ടത് എന്നാണ്. അപ്പോൾ വൺ ഡ്രൈവ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം നമുക്ക്. വൺ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റിൻ്റെ ക്ലൗഡ് സ്റ്റോറേജ് പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ ഗൂഗിളിൻ്റെ ഗൂഗിൾ ഡ്രൈവ് എന്നുള്ളതുപോലെ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് പ്ലാറ്റ്ഫോമാണ് വൺ ഡ്രൈവ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ വൺ ഡ്രൈവ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ഔട്ട്ലുക്ക് ID കൊടുത്തിട്ട് അത് ക്ലൗഡിൽ സ്റ്റോർ ആവുന്നതാണ്. നമുക്കതല്ല വേണ്ടത്. നമുക്കിപ്പോൾ നമ്മുടെ ഈ ഒരു ഫയൽ നമ്മുടെ ലോക്കൽ കമ്പ്യൂട്ടറിൽ തന്നെയാണ് സേവ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ വിൻഡോസ് ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ബ്രൗസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതർ ലൊക്കേഷൻസിൻ്റെ കീഴിൽ ബ്രൗസ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഇനി അതല്ല നിങ്ങൾ മാക് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഓൺ മൈ മാക് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഞാനിപ്പോൾ മാക്കിലായതുകൊണ്ട് ഓൺ മൈ മാക് എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഡയലോഗ് ബോക്സ് അപ്പിയർ ആയിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സേവ് ആസ് എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്. അതിലെ ഡിഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് ബുക്ക് 1 എന്നാണ്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ സേവ് ചെയ്യുന്ന ഡോക്യുമെൻറ്റിൻ്റെ നെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ബുക്ക് 1 എന്നുള്ളത് മാറ്റിയിട്ട് എനിക്കിപ്പോൾ ഇത് എക്സൽ വില്ലേജ് എന്നുള്ള ഒരു പേരിൽ സേവ് ചെയ്യണം. അപ്പോൾ ഞാൻ എക്സൽ വില്ലേജ് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്തു. അതിന് താഴെയായിട്ട് വേർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നമ്മൾ എവിടെയാണ് ഈ ഒരു ഫയൽ സേവ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പ് എന്ന് സെലക്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു ഫയൽ ഡെസ്ക്ടോപ്പിൽ എക്സൽ വില്ലേജ് എന്നുള്ള പേരിൽ സേവ് ആവുന്നതാണ്. പിന്നെ താഴെ ഇവിടെ ഫയൽ ഫോർമാറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഫയലിൻ്റെ ഫോർമാറ്റ് എന്തായിരിക്കണം എന്നുള്ളത്. ഇപ്പോൾ ഇതൊരു എക്സൽ ഫയലാണ്. അപ്പോൾ ബൈ ഡിഫോൾട്ട് ഒരു എക്സൽ വർക്ക് ബുക്കിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .xlsx എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക. ഒരു ഫയലിൻ്റെ ഒരു എക്സൽ വർക്ക് ബുക്കിൻ്റെ ഡിഫോൾട്ട് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .xlsx എന്നാണ്. നിങ്ങളിപ്പോൾ ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് അപ്പിയർ ചെയ്യും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വേറെയും ഒരുപാട് എക്സലിൻ്റെ ഫോർമാറ്റ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ XLM എന്നുള്ള XLSM എന്നുള്ള ഒരു മാക്രോൻ്റെ ഫോർമാറ്റ് അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ XLS എന്നുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്. ഇതൊരു ഔട്ട്ഡേറ്റഡ് ഫോർമാറ്റാണ്. 2007 മുതലാണ് ഈ മൈക്രോസോഫ്റ്റ് എക്സൽ XLSX എന്നുള്ള ഈ ഒരു ഫോർമാറ്റ് കൊണ്ടുവന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്കുണ്ടായിരുന്ന ഫോർമാറ്റ് എന്ന് പറയുന്നത് ഒരു ഡിഫോൾട്ട് ഫോർമാറ്റ് എന്ന് പറയുന്നത് .xls ആയിരുന്നു. ഈ ഒരു X എന്നുള്ള പോസ്റ്റ് ഫിക്സ് ഇതിനു മുമ്പില്ലായിരുന്നു. അതിപ്പോൾ മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ എല്ലാ ആപ്ലിക്കേഷനിലും അവർ ഈ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു 2007 മുതൽ. ഇപ്പോൾ നിങ്ങൾ വേർഡ് എടുക്കുകയാണെങ്കിൽ വേർഡിൻ്റെ മുമ്പത്തെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .doc ആയിരുന്നു, DOC ആയിരുന്നു. അത് മാറി ഇപ്പോൾ .x എന്നായിട്ടുണ്ട് 2007 മുതൽ. അതുപോലെ തന്നെ പവർ പോയിൻറ്റിലാണെങ്കിൽ .ppt ആയിരുന്നു, ഇപ്പോൾ അത് PPTX എന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എക്സലിൻ്റെതും XLSX എന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മുടെ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. ഞാൻ ഡിഫോൾട്ട് എക്സ്റ്റൻഷനായ XLSX എന്നുള്ളത് തന്നെ കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനിവിടെ ഈ ഒരു സേവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ് നമ്മുടെ ഫയൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഫയൽ സേവ് ആയിട്ടുണ്ട്. മുകളിൽ നമുക്ക് നോക്കിയാൽ ഇവിടെ എക്സൽ വില്ലേജ് എന്നുള്ള ഒരു നെയിം കാണാൻ കഴിയും. ഇവിടെ മുമ്പുണ്ടായിരുന്നത് ബുക്ക് 1 എന്നായിരുന്നു. അത് മാറിപ്പോൾ എക്സൽ വില്ലേജ് എന്നുള്ള ഒരു നെയിം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡെസ്ക്ടോപ്പിൽ പോയി നോക്കാം നമ്മുടെ ഫയൽ അവിടെ ഉണ്ടോ എന്ന്. ഓക്കെ, മിനിമൈസ്. ഓക്കെ, അപ്പോൾ എക്സൽ വില്ലേജ് .xlsx എന്നുള്ള ഒരു ഫയൽ ഇവിടെ ഡെസ്ക്ടോപ്പിൽ ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫയൽ സേവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫയൽ സേവ് ചെയ്യാൻ പോകുമ്പോൾ ഒരു ഓപ്ഷൻ കൂടെ കണ്ടു, സേവ്
ആസ് എന്നുള്ള ഓപ്ഷൻ കണ്ടു. ഞാൻ പറഞ്ഞു നമ്മൾ ഫയൽ ആദ്യമായിട്ട് സേവ് ചെയ്യുകയാണെങ്കിൽ സേവും സേവ് ആസും തമ്മിലൊരു ഡിഫറൻസ് ഇല്ല. എന്നാൽ നമ്മൾ നമ്മുടെ ഫയൽ സേവ് ചെയ്ത ഫയൽ ഒരിക്കൽ കൂടെ നമുക്ക് സേവ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ ഒരു സേവും സേവ് ആസും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ഒരു കണ്ടൻറ്റ് ജസ്റ്റ് ടൈപ്പ് ചെയ്തു. ഇപ്പോൾ എനിക്ക് ഈ ഒരു ചേഞ്ച്, ഈ ഒരു സേവ് ചെയ്ത ഫയലിലുള്ള ഈ ഒരു ചേഞ്ച് എനിക്കിത് വീണ്ടും സേവ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഫയലിൽ പോയിട്ട് സേവ് എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇത് ഓട്ടോമാറ്റിക് സേവ് ആവുന്നതാണ്. ഇത് നമ്മളോട് വീണ്ടും ഒരു ഫയൽ നെയിമും ഫയൽ ലൊക്കേഷനും ഏത് ലൊക്കേഷനിലാണ് സേവ് ചെയ്യേണ്ടത്, ഫയൽ എക്സ്റ്റൻഷൻ എന്താ, ഇതൊന്നും ചോദിക്കില്ല. നമ്മൾ എവിടെയാണ് മുമ്പ് നമ്മുടെ ഫയൽ സേവ് ചെയ്ത് ആ ഒരു ലൊക്കേഷനിൽ ആ ഒരു ഫയലിനെ മോഡിഫൈ ചെയ്യുന്നത്, നമ്മുടെ ലേറ്റസ്റ്റ് ഡാറ്റ വെച്ചിട്ട് ആ ഒരു ഫയലിനെ മോഡിഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സേവ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്താൽ ഒന്നും ചോദിക്കില്ല, ബൈ ഡിഫോൾട്ട് ഇതിപ്പോൾ സേവ് ആയിട്ടുണ്ട്. ഇവിടെ മുകളിൽ നോക്കിയാൽ സേവ് ടു മൈ മാക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ വന്ന്, അപ്പോൾ ഇതിപ്പോൾ സേവ് ആയിട്ടുണ്ട്. ആ ഒരു നമ്മൾ മുമ്പ് സേവ് ചെയ്ത ആ ഫയലിനെ ഇത് ഓവർ റൈറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇനി അതല്ല, നമുക്ക് കുറച്ച് ചേഞ്ചസ് ഇതിൽ വരുത്തിയ ശേഷം നമുക്കിപ്പോൾ ഈ ഒരു ഫയൽ, ഈ ഒരു വേർഷൻ ഓഫ് ഫയൽ നമ്മൾ മുമ്പ് സേവ് ചെയ്ത ഫയലിനെ എഫക്റ്റ് ചെയ്യാതെ നമുക്ക് വേറൊരു ലൊക്കേഷനിൽ അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷന് വേറെ നെയിമിൽ സേവ് ചെയ്യണം എന്നിരിക്കട്ടെ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ. നമ്മൾ ഈ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ നമ്മൾ മുമ്പ് നമുക്ക് സേവ് കൊടുത്തപ്പോൾ കിട്ടിയൊരു ഓപ്ഷനെ പോലെ തന്നെ ഒരു ഡയലോഗ് ബോക്സ് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ഫയൽ നെയിം കൊടുക്കുന്നത് എക്സൽ വില്ലേജ് 1 എന്നാണ്. ഞാൻ ഡെസ്ക്ടോപ്പിൽ തന്നെയാണ് ഈ ഒരു ഫയൽ ഞാൻ സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പിൽ പോയി നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ നമുക്ക് 2 എക്സൽ ഫയൽസ് അവൈലബിൾ ആണ്. ഒന്ന് എക്സൽ വില്ലേജ്, ഒന്ന് എക്സൽ വില്ലേജ് 1. അപ്പോൾ ഇതാണ് സേവും സേവ് ആസ് എന്നുള്ള ഓപ്ഷനും തമ്മിലുള്ള ഡിഫറൻസ്. നമ്മളിപ്പോൾ മാനുവലായിട്ട് ചെയ്ത ഈ ഒരു ആക്ടിവിറ്റി വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ കീബോർഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ വിൻഡോസ് OS ആണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് Ctrl+S എന്നുള്ള കീ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഈ സേവ് ഡയലോഗ് ബോക്സ് അപ്പിയർ ആവുന്നതാണ്. അതുപോലെ തന്നെ സേവ് ആസ് എന്നുള്ള ഓപ്ഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് F12 എന്നുള്ള കീ പ്രസ് ചെയ്താൽ മതി. ഇനി അതല്ല, നിങ്ങളൊരു മാക് OS ആണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് Command+S ആണ്. Command+S എന്നുള്ള ഷോർട്ട് കട്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാം. അതുപോലെ തന്നെ സേവ് ആസിനുള്ള ഓപ്ഷൻ Command+Shift+S എന്നുള്ളതാണ്. ഇനി നമ്മൾ സേവ് ചെയ്ത് വെച്ച ഒരു എക്സൽ ഡോക്യുമെൻറ്റിനെ എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ കണ്ട പോലെ സേവ് എന്നുള്ളൊരു ഓപ്ഷനെ പോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഓപ്പൺ എന്നുള്ളതും. അതിനുവേണ്ടി നമ്മൾ മുകളിൽ കാണുന്ന ഫയൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓപ്പൺ എന്നുള്ളൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അത് ക്ലിക്ക് ചെയ്താൽ ഇതുപോലത്തെ ഒരു ഡയലോഗ് ബോക്സ് അപ്പിയർ ആവുന്നതാണ്. ഈ ഒരു ഡയലോഗ് ബോക്സിൽ വിൻഡോസ് യൂസേഴ്സിനാണെങ്കിൽ താഴെ ബ്രൗസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ബ്രൗസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട ഫയൽ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇനി മാക് OS ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു വിൻഡോയിൽ നിന്ന് നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങളുടെ ഫയൽ, ഇപ്പോൾ എൻ്റെ ഫയൽ ഡെസ്ക്ടോപ്പിലാണുള്ളത്. അപ്പോൾ ഞാൻ ഡെസ്ക്ടോപ്പ് എന്നുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്തു. അതിൽ ഞാനിപ്പോൾ എക്സൽ വില്ലേജ് 1 എന്നുള്ള ഞാൻ ലാസ്റ്റ് സേവ് ചെയ്ത ഈ ഒരു ഫയലാണ് എനിക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഓപ്പൺ എന്നുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ ഈ ഒരു ഫയൽ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സിമ്പിളാണ് ഒരു ഫയൽ ഓപ്പൺ ചെയ്യാൻ. നിങ്ങൾ ഫയൽ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് അതിൽ നിന്ന് ഓപ്പൺ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിൽ നിന്ന് ബ്രൗസ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് ഏത് ഫയലാണോ ഓപ്പൺ ചെയ്യേണ്ടത് ആ ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ ഫയൽ ഓപ്പൺ ആയി വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിത് കീബോർഡ് ഷോർട്ട് കട്ട് യൂസ് ചെയ്ത് ചെയ്യണമെങ്കിൽ വിൻഡോസ് യൂസേഴ്സിനാണെങ്കിൽ Ctrl+O എന്നുള്ളൊരു ഓപ്ഷൻ, Ctrl+O എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഫയൽ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾ മാക് OS ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ Command+O എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ഫയൽ ഓപ്പൺ ചെയ്യാവുന്നതാണ്.